അപ്പോൾ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് കടക്കാൻ പോകുന്നു. ജനുവരി 29 ഷിഫ്റ്റ് 2 അതിലെ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ വെക്റ്റർ ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. ആ വെക്റ്റർ ഓൾജിബ്രയിലെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്താ പറയുന്നത്? ലെറ്റ് എ യൂണിറ്റ് വെക്റ്റർ വെക്റ്റർ യു. യൂണിറ്റ് വെക്റ്റർ ആണെന്ന് വന്നല്ലോ. സോ മോഡുലസ് ഓഫ് വെക്റ്റർ യു ഈസ് ഈക്വൽ ടു ആരാണ്? 1. അത് xi k പ്ലസ് വൈ ജെ കെ പ്ലസ് സെറ്റ് കെ കേപ്പ് മേക്ക് എൻ ആംഗിൾ π/2, π/3 ആൻഡ് 2π/3 വിത്ത് ദ വെക്ടേഴ്സ്. അല്ലേ, 3 വെക്ടേഴ്സുമായിട്ട് അല്ലേ. അപ്പൊ ഈ ആദ്യ വെക്ടറായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാ പറയുന്നത്? π/2. ഞാൻ ഇതിനാ എ വെക്ടർ എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇനി രണ്ടാമത് ഏതാ വെക്ടർ പറയുന്നത്? ഇതാണല്ലോ 1/√2 ജെ കേപ്പ് പ്ലസ് 1/√2 കെ കേപ്പ് ആണ്. ഇതിന് ഞാൻ ബി വെക്ടർ എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇനിയോ അടുത്തതിലേക്ക് നോക്കണേ. 1/√2 ഐ കേപ്പ് പ്ലസ് 1/√2 ജെ കേപ്പ് ഇതിനെ ഞാൻ സി വെക്ടർ എന്ന് പേരിട്ട് വിളിക്കും. വെക്ടർ എയുടെ പ്രത്യേകതയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു അല്ലേ. വെക്ടർ എയുടെ പ്രത്യേകതയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ, മോഡ് വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്ക് എന്താ കിട്ടുന്നത്? 1/2 പ്ലസ് 1/2 1/2 പ്ലസ് 1/2 1. അതായത് വെക്ടർ എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. ഇനിയോ വെക്ടർ ബിയും അതേപോലെ വെക്ടർ സിയും നിങ്ങൾ പരിശോധിച്ചപ്പോൾ അതും എന്താ കിട്ടുന്നത്? യൂണിറ്റ് വെക്ടർ ആണ് കിട്ടുന്നത്. അപ്പോൾ യു, വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ഇവ മൂന്നും എന്താണ്? യൂണിറ്റ് വെക്ടർ ആണല്ലോ അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ യു വെക്ടറും എ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ π/2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ആംഗിൾ ബിറ്റ്വീൻ, നോക്കണേ, ആംഗിൾ ബിറ്റ്വീൻ ഏതൊക്കെ? വെക്ടർ യു ആൻഡ് വെക്ടർ എ എന്ന് പറയുന്നത് π/2 ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ π/2 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആയിരിക്കും. അതായത് വെക്ടർ യു ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു ആരാണെന്ന് പറയാ? 0. വെക്ടർ യു എന്ന് പറഞ്ഞാൽ xi പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. വെക്ടർ എ എന്ന് പറയുമ്പം 1/√2 i. അപ്പോൾ അതെന്തായിട്ട് മാറും? x/√2 എന്ന് കിട്ടും അല്ലേ. പ്ലസ് അടുത്തത് ജെ കേപ്പ്, ജെയുടെ കോഎഫിഷ്യന്റ് ഇവിടെ ആരാണ്? y ആണ്. ഇവിടെ ഇല്ല, അതുകൊണ്ട് 0 ആയിട്ട് മാറി. കെയുടേത് സെറ്റ് ആണ്, ഇപ്പുറത്ത് 1/√2 ആണ്. സോ z/√2 ഈക്വൽ ടു എന്ത് കിട്ടും? 0. ഇതിൽ നിന്ന് എക്സ് പ്ലസ് സെറ്റ് ഈക്വൽ ടു ആരാണെന്ന് പറയാ? 0 ആണെന്ന് പറയാം. എക്സ് പ്ലസ് സെറ്റ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഇനി ആംഗിൾ ബിറ്റ്വീൻ നോക്കണേ മക്കളെ. ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ യു ആൻഡ് വെക്ടർ ബി തന്നിട്ടുണ്ടല്ലോ. എന്താ തന്നത്? രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ π/3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ. cos θ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? വെക്ടർ യു ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ യു ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ഓർമ്മയില്ലേ? അപ്പോൾ തീറ്റ π/3 ആണ്. അപ്പോൾ cos π/3 എന്ന് എഴുതാ. cos π/3 എന്ന് പറയുന്നത് ആരാണ്? 1/2 ആണ്. സോ 1/2 ഈസ് ഈക്വൽ ടു. ഇനി യു ഡോട്ട് വെക്ടർ ബി ആണ്. വെക്ടർ ബി ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇതാണ് വെക്ടർ ബി. ഐ ക്യാപ്പ് ഇല്ല, ജെയും കെയും ആണുള്ളത്. അപ്പോൾ y/√2 ആൻഡ് z/√2 എന്നാ കിട്ടുന്നത്. നോക്കണേ, y/√2 പ്ലസ് z/√2 ഡിവൈഡഡ് ബൈ എന്താ? യൂണിറ്റ് വെക്ടർ അല്ലേ. ബൈ 1 × 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആരാണ് ഐഡന്റിറ്റി കിട്ടിയിരിക്കുന്നത്? y/√2 പ്ലസ് z/√2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി വെക്ടർ യുവും വെക്ടർ സിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലേ. യു ആൻഡ് വെക്ടർ യു ആൻഡ് വെക്ടർ സി അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ പറയുന്നത്? 2π/3 ആ പറയുന്നത്. 2π/3 അല്ലേ. അതുകൊണ്ട് cos 2π/3 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാ? യു ഡോട്ട് സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ യു ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ സി എന്ന് എഴുതാം. cos 2π/3യുടെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? -1/2 ആണല്ലോ. സോ -1/2 ഈസ് ഈക്വൽ ടു യു ഡോട്ട് സി ആണ്. ചെക്ക് ചെയ്യണം. സി എന്ന് പറയുന്നത് ഐ ഉണ്ട്, ജെ ഉണ്ട്. അപ്പൊ എന്താ കിട്ടുന്നത്? ഐയും ജെയും ഉള്ളത് കൊണ്ട് എന്ത് കിട്ടും? x/√2 പ്ലസ് y/√2 എന്ന് കിട്ടും.
അല്ലേ? അപ്പൊ ഇത് അടുത്ത ഇക്വേഷൻ ആയിട്ട് എടുത്തു വെച്ചോ. ഇതൊരു ഇക്വേഷൻ, ഇത് മറ്റൊരു ഇക്വേഷൻ. ഈ എല്ലാ ഇക്വേഷനും സോൾവ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? ഞാൻ ഈ ഇക്വേഷൻ, അതായത് ഇതിന് 1 കൊടുക്കുന്നു, ഇതിന് 2 കൊടുക്കുന്നു, ഈ രണ്ട് ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യാണ്, ആഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലേ? ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണേ, x/√2 പ്ലസ് ഇവിടെ എക്സ് ഇല്ലാലോ, സെഡ് അല്ലേ വന്നിരിക്കുന്നത്? യെസ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ z/√2 ഇല്ലേ, അതിന് മുന്നേ നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് എഴുതി വെച്ച് x + z = 0. ഇതിൽ നിന്ന് z = എന്ത് എഴുതാ? -x. z = -x എന്ന് എഴുതുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? y/√2 മൈനസ് x/√2 = 1/2 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ നോക്കണേ മക്കളെ, ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആഡ് ചെയ്യുമ്പം x/√2 മൈനസ് x/√2 കട്ടായി. പിന്നെയോ y/√2 പ്ലസ് y/√2 2y/√2 എന്ന് കിട്ടും. റൈറ്റ് സൈഡ് 0 എന്നും കിട്ടും. ഇതിൽ നിന്ന് y = എന്ത് കിട്ടും? 0. y = എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. y 0 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത y 0 എന്ന കാര്യം. ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത്? y 0 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 x/√2 = -1/2 എന്ന് എഴുതാം. y 0 അല്ലേ കിട്ടിയത്, അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് x = എന്താണെന്ന് പറയാ? x = -√2/2 എന്ന് പറഞ്ഞാൽ -1/√2 ആണെന്ന് പറയാ. ദെൻ z = 1/√2 എന്ന് കിട്ടും. കാരണം സെഡും എക്സും തമ്മിലുള്ള റിലേഷൻ തൊട്ട് മുന്നേ നമ്മൾ എഴുതി വെച്ച് z = -x ആണെന്ന് എഴുതി വെച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ u വെക്ടർ എന്തായിട്ട് മാറും? xi ക്യാപ്പ് -1/√2 i ക്യാപ്പ് പ്ലസ് y ഇല്ല, അപ്പോ 0 j ക്യാപ്പ് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് z എന്ന് പറഞ്ഞാൽ 1/√2 k ക്യാപ്പ് എന്ന് എഴുതാം. നമ്മളോട് എന്താ ചോദിച്ചേ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നമ്മൾ വായിച്ചിട്ടില്ലല്ലോ. നമുക്ക് വി വെക്ടർ തന്നിട്ടുണ്ട്. എന്താ തന്നെ? 1/√2 i ക്യാപ്പ് പ്ലസ് 1/√2 j ക്യാപ്പ് പ്ലസ് 1/√2 k ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ u മൈനസ് വെക്ടർ v ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്, അല്ലേ? ഇത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കാണണം? u മൈനസ് v എന്താണെന്ന് കണ്ടുപിടിക്കണം. വെക്ടർ u മൈനസ് വെക്ടർ v എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് -1/√2 i മൈനസ് 1/√2i എന്ന് പറയുമ്പം എന്ത് കിട്ടും? -2 നോക്കണേ, -2 /√2 ഇൻറ്റു i ക്യാപ്പ് എന്ന് എഴുതാം. ഇനിയോ യു അല്ലേ പറയുന്നത്, അല്ലേ? അപ്പോ വിക്ക് എന്തുണ്ട്? ജെയുടെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതെന്തായിട്ട് മാറും? -1/√2 ഇൻറ്റു j ക്യാപ്പ്. കെ ക്യാപ്പ് രണ്ടും കട്ടായി പോവല്ലോ. ഇതാണ് u മൈനസ് വി കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോഡ് വാല്യൂ, മോഡുലസ് ഓഫ് വെക്ടർ u മൈനസ് വെക്ടർ v എന്താണ് കിട്ടുക? അതിന്റെ സ്ക്വയർ നേരിട്ട് കാണാൻ പറ്റും. സ്ക്വയർ റൂട്ട് ഒഴിവാക്കിയാൽ പോരെ. -2/√2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/2 എന്ന് കിട്ടും. അടുത്ത -1/√2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 കിട്ടും. അതായത് 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. എന്താ 5/2? ഓപ്ഷൻ നമ്പർ 2 ഈസ് ദി റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ചെയ്യാൻ എളുപ്പാ. ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കൃത്യമായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെക്ടർ ഓൾജിബ്രയും 3Dയും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ ആണല്ലോ?